ഹായ്, ഐ എം ലവ്ലി എബ്രഹാം ഫ്രം ട്രിവാൻഡ്രം. കുറച്ച് നാളിന് ശേഷം ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോയായിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഇസ് നത്തിങ് അബൌട്ട് ഷെയർ മാർക്കറ്റ് ഓർ സ്റ്റോക്ക് ട്രേഡ്. അതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ മെസ്സേജ് ആക്ച്വലി ഇത് അച്ഛന്മാർക്കും അമ്മമാർക്കും അല്ലെങ്കിൽ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഉള്ളതാണ്. അടുത്ത സമയത്താണ് ഏറ്റവും അധികം നമ്മളെ വേദനിപ്പിച്ച ഒരു വാർത്ത നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തത്. ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ പത്രത്തിലൂടെ 6 വയസ്സുകാരനായ ഒരു ആൺകുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്ത് പിന്നീട് കൊല്ലപ്പെടുന്നു. യഥാർത്ഥത്തിൽ വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയായിരുന്നു അത്. നമ്മളെല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്തു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും വളരെയധികം ദുഃഖം ഉണ്ടാക്കിയ ഒരു സംഭവം. അന്നേരം മുതൽ ഞാൻ ആലോചിക്കുകയാണ്, ഇതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം. ഒരുപക്ഷെ ഞാനീ പറയാൻ പോകുന്നതൊക്കെ മാതാപിതാക്കൾക്ക് പേരൻസിന് അറിയാമായിരിക്കും, എങ്കിലും ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ റീസൺ ഇതാണ്: ഇനി ഒരിക്കലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളാരും കാണരുത് അല്ലെ കേൾക്കരുത് ഇങ്ങനെ ഒരു ന്യൂസ്. ഇതിനി ഒരിക്കലും സംഭവിക്കരുത് എങ്ങും. സബ്ജക്റ്റിലേക്ക് നമുക്ക് വരാം. കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക. കാര്യങ്ങൾ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ സെൽഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് നമുക്ക് മാത്രമേ, അച്ഛനും അമ്മയ്ക്കും മാത്രമേ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വേറെ ആരിലും അത് വെസ്റ്റഡ് അല്ല. ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിലെ പേരൻസിൻ്റെ മൊബൈൽ നമ്പർ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. കുറച്ച് മാസങ്ങൾ കഴിയുമ്പം പാട്ടൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ, ഉറങ്ങാനായിട്ട് പാട്ടൊക്കെ പാടുന്ന ആ ഒരു സ്റ്റൈലിൽ മൊബൈൽ നമ്പരും പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. പിന്നീട് അഡ്രസ്സ്, അച്ഛൻ്റെ അമ്മയുടെ ഒഫീഷ്യൽ നെയിമും അഡ്രസ്സും, വീട്ടു നമ്പരോ അല്ലെങ്കിൽ വീട്ടു പേരും റോഡ് സ്ട്രീറ്റിൻ്റെ പേരും, ദെൻ പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ് ഏതാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ കുഞ്ഞിൻ്റെ മനസ്സിലതിരിക്കും. ഇനി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയാലും എപ്പോഴെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഈ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ കുട്ടികൾക്കറിയില്ല എവിടെയാണ് താമസിച്ചിരുന്ന, ഏത് ലൊക്കാലിറ്റിയിലായിരിക്കും എന്നൊക്കെ. ഇതൊക്കെ ഒരു 2 വയസ്സിനൊക്കെ ശേഷമുള്ള ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ കുട്ടികളെയും കൊണ്ട് ഇവിടെ അടുത്ത് കനകക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എക്സിബിഷൻസ്, ഓണാഘോഷവും അതും ഇതുമെല്ലാം ക്രൗഡഡ് ആയിരിക്കും, ഭയങ്കര ക്രൗഡായി. ക്രൗഡ് ഉള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോകാറില്ല. എങ്കിലും ചില സമയത്ത് അത്രയും ക്രൗഡ് ഇല്ലെങ്കിലും ഒന്ന് എക്സിബിഷനൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് കുട്ടികളെയും കൊണ്ട് പോകും. അന്നേരം ഞാൻ ചെയ്യുന്നത് അവരുടെ പോക്കറ്റിൽ, ഉടുപ്പിൽ പാൻറ്റിലുമായിട്ട് 4 പോക്കറ്റുണ്ട്. 2 പിള്ളേരാണ് എനിക്കുള്ളത്. ഇവരുടെ 2 പേരുടെയും പോക്കറ്റിൽ 4 പോക്കറ്റിലിട്ട് അങ്ങനെ 8 ഷീറ്റിൽ, ചെറിയ ഷീറ്റിൽ എഴുതും. പേരും അഡ്രസ്സും മൊബൈൽ നമ്പരും എല്ലാം എഴുതി ആ പോക്കറ്റുകളിൽ വയ്ക്കും. സപ്പോസ് കൈവിട്ട് പോയാല, ക്രൗഡിൻ്റെ അടുത്ത് പോയാല പോലീസിനൊക്കെ കണ്ടുപിടിച്ച് പെട്ടെന്ന് എടുത്ത് നമ്മൾ തിരിച്ചു തരാമല്ലോ, തിരിച്ച് വിളിച്ച് അതിനു വേണ്ടി അത് ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നീട് മറ്റൊന്നുള്ളത്, കുട്ടികൾ കുറച്ച് മുതിർന്ന ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക. ഇപ്പോൾ സപ്പോസ് നമ്മുടെ വീട്ടിൽ തന്നെ വരുന്ന ഗസ്റ്റുകളൊക്കെ ആണെങ്കിലും ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് അവരോട് ഇൻറ്റിമസി കാണിക്കാതിരിക്കുക. ഇപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഹലോ പറയുക, സംസാരിക്കുക, സ്കൂളിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ പറയുക. അങ്ങനെ വലിയൊരു ക്ലോസ് ആയിട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മളുടെ ആബ്സെൻസിൽ ഈ കുട്ടികൾ ആ ഒരു ഫ്രീഡം എടുക്കും. കുട്ടികൾക്ക് അങ്കിളിനോട് സംസാരിക്കാം, അല്ലെ ആൻറ്റിയോട് സംസാരിക്കാം, ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്തെടുക്കും. അത് മിസ്യൂസ് ചെയ്യപ്പെടാം. ഒരു റെക്കോർഡ് അനുസരിച്ച് ചൈൽഡ് സെക്സ് അബ്യൂസിൽ 93% നടക്കുന്നതും ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട്, വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അതും വീട്ടിൽ എല്ലാവരെയും അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ചെയ്യുന്നത്. എന്നാലോചിച്ച് നോക്കുക, വീട്ടിൽ വരുന്നവരുമായിട്ട് വലുതായിട്ടും മിങ്കിൾ ചെയ്യണ്ട. ഓഫ് കോഴ്സ് അപ്പോൾ പുറത്തുള്ളവരുമായിട്ടും ഒരകൽച്ച കുട്ടികൾക്ക് വരും ഓട്ടോമാറ്റിക്കലി. പിന്നെ കുഞ്ഞുങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് മിഠായികളോ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളോ ഇതൊക്കെ ഓഫർ ചെയ്തിട്ടും ആളുകൾ പലപ്പോഴും കഴിഞ്ഞ ഈ ഇൻസിഡൻറ്റ്
ഞാൻ പറഞ്ഞ ഇൻസിഡൻറ്റ് നടന്നപ്പോൾ എന്തോ ഓഫർ ചെയ്തോ ഫുഡ് ഓർ മിഠായി എന്തോ ഓഫർ ചെയ്തിട്ടാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്നാണ് മനസ്സിലാക്കിയത്. ടി വിയിലൊക്കെ അത് പറയുകയും ചെയ്തത്. സത്യത്തിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങളോട് പറയണം, ആര് മുട്ടായി അല്ലെങ്കിൽ സ്വീറ്റ്സ് എനി ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടം ഇതൊക്കെ ഓഫർ ചെയ്യുമ്പം അത് വാങ്ങിക്കരുത്. ഇപ്പോൾ മുട്ടായി ആണെങ്കിൽ കാഡ്ബറീസോ ഉൾപ്പെടെയുള്ളതാണെങ്കിൽ അത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുക. അതിൽ ഉറക്ക ഗുളിക പോലുള്ള സാധനമുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. ഉറങ്ങി പിന്നെ എഴുന്നേൽക്കുമ്പോൾ 2 ദിവസമൊക്കെ കഴിയും. അന്നേരം നമ്മുടെ കണ്ണ് കാണത്തില്ല, നമ്മുടെ കണ്ണൊക്കെ എടുത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാകും. അത് എന്നിട്ട് അവരത് വിൽക്കും. വിറ്റ് അവർക്കും ഇഷ്ടം പോലെ കാശ് അവരുണ്ടാക്കും. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസ്, കിഡ്നി, ലിവർ അതൊക്കെ കട്ട് ചെയ്ത് എടുക്കും. നമ്മൾ അറിയത്തില്ല. നമ്മൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ലാതാകും. എങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ മോൻ തിരിച്ചല്ലേ മോളല്ലേ തിരിച്ച് അങ്ങോട്ട് വീട്ടിൽ വരാൻ പറ്റാതെ. അതുകൊണ്ട് പറയുക, ഇങ്ങനെയുള്ള സംഭവമുണ്ട്. ഈ ഓഫർ ചെയ്യുന്ന എന്ത് ആഹാര സാധനങ്ങളായാലും ജ്യൂസായാലും വാങ്ങരുത്, കുടിക്കരുത്. അങ്ങനെയുള്ള അറിഞ്ഞുകൂടാത്ത ആളുകൾ കൊണ്ടുതരുന്നത് കഴിക്കരുതേ എന്ന് പറയണം. അല്ലെങ്കിലും സ്ട്രേഞ്ചേഴ്സ് ഒന്നും അത്ര ഇൻറ്റിമസി കാണിക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ നമുക്കറിയാവുന്ന ഭാഷയിലും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ആ ലെവലിലും നമ്മൾ സംസാരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അന്നേരം അവർക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് വരും. ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും ഇത് ഓഫർ ചെയ്യുകയാണെങ്കിൽ അച്ഛനല്ല അമ്മ അല്ല മമ്മിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ചെയ്യരുതെന്ന്, വേണ്ട, അവർ നമ്മളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും എന്നുള്ള ഒരു ഭയങ്കരമായിട്ടൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്തെടുക്കണം കുട്ടികളിൽ. അത് സത്യം പറഞ്ഞൊരു പേടി തന്നെ ആയിക്കോട്ടെ. അത് കുഞ്ഞുങ്ങൾക്ക് പ്രായം കൂടുന്തോറും നമ്മൾ അവർക്ക് കൊടുക്കുന്ന അവയർനെസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങ് പോകുന്നതിന് സാധിക്കും. ഇപ്പോൾ ഒരു 7-8 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന അല്ലല്ലോ നമ്മൾ 2-3 വയസ്സുള്ളപ്പോൾ കുട്ടികളോട് പറയുന്നതേ. കുട്ടികളും വളർന്നു വരുന്നു, അവർക്കും ബുദ്ധിയും വികസിച്ച് വരുന്നു. അതനുസരിച്ച് നമ്മൾ നമ്മുടെ തോട്ട്സ് ടോപ്പപ്പ് ചെയ്യുക. അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഒരിക്കലും കുട്ടികൾ മറ്റുള്ള മുതിർന്നവരുമായിട്ട് മുതിർന്നവരുമായിട്ട് ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞ എൻ്റെ എക്സാമ്പിൾ അത് തന്നെയാണ്. എനിക്കറിയാവുന്ന ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മെമ്മറിയിൽ വരുന്നത്, ഒരിക്കൽ ഞാൻ ഒരു വീട് വാങ്ങിച്ച് അങ്ങോട്ട് പോവുക. അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. നെയ്ബേഴ്സൊക്കെ ആയിട്ട് നല്ല പരിചയമൊക്കെ ഉണ്ട്. അന്നേരമാണ് അവിടെ ഒരു വീട്ടിൽ ഒരു സാറ് പഠിപ്പിക്കാൻ വരുമായിരുന്നു. ആ സാറ് ഒരു ഹോമോസെക്ഷലായിരുന്നു. ആർക്കും അറിയില്ല, ഈ കുട്ടിയും പറഞ്ഞില്ല. എൻ്റെ മകനോട് ഈ കുട്ടി സംസാരിച്ചു, മക്കളോട് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചപ്പം കുട്ടികൾ ഇതറിഞ്ഞ് അന്നേരം തന്നെ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് പെട്ടെന്ന് എന്ത് ചെയ്തു, ആ കുട്ടിയുടെ അമ്മയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവമുണ്ട്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ സാറ് വരുമ്പോൾ. അന്നേരം പറഞ്ഞു, ഞാൻ അങ്ങ് അമ്പലത്തിൽ പോവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി പോകരുത്, അയാൾ വരുന്നിരിക്കുമ്പോൾ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. എന്താ കാരണം ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം അധ്യാപകൻ വന്നു. ആസ് യൂഷ്വൽ ഇവർ പുറത്തേക്ക് പോകുന്നത് പോലെ തന്നെ അഭിനയിച്ച് ഇറങ്ങി. ഇവർ ട്യൂഷൻ പഠിക്കാനും കയറി. പക്ഷേ മറ്റൊരു മുറിയിൽ ഇവരുടെ ഒരു റിലേറ്റീവിനെ വിളിച്ച് വരുത്തി അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഈ കുട്ടിയും അറിഞ്ഞില്ല, ഈ ട്യൂഷൻ മാസ്റ്ററും അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഒരു 10-15-20 മിനിറ്റിനകത്ത് വന്ന് അത് ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബെഡ്റൂമിലായിരുന്നു. ഇതൊക്കെയാണ് അപകടം. അങ്ങനെ വന്ന് ഡോറ് തട്ടി സ്വല്പം മിനിറ്റുകൾക്കകത്ത് ഡോറ് തുറന്നു. അവനെ പിടിച്ചു. മദറും പുറത്ത് നിന്ന മദറും അകത്തേക്ക് വന്നു. അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പം ഇയാൾ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഹീ വാസ് എ ഹോമോസെക്ഷൽ. കുട്ടിയുടെ ലൈഫ് സ്പോയിലാക്കുമല്ലേ. അങ്ങനെ നമ്മളും കൂടെ വളം വെച്ച് കൊടുക്കുകയല്ലായിരുന്നോ എന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് ആ വീട്ടിൽ അവർ ഇരുന്നില്ല? സാറ് വരുന്ന ഉടനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് അതൊന്നും ശരിയല്ല. ഇതേ ഒരു സാഹചര്യത്തിൽ ഞാനും ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ട്യൂഷൻ മാത്തമാറ്റിക്സ് വീട്ടിലെ ഒരു അധ്യാപകനെ ഞാൻ വിളിച്ചു വരുത്തി. അദ്ദേഹം ശനി ഞായർ മാത്രമേ വരുള്ളൂ. ഞാൻ വീട്ടിലുള്ളപ്പോഴേ വരത്തുള്ളായിരുന്നു. അതും ഡൈനിങ് കം വിസിറ്റേഴ്സ് ഹാളിലാണ്, ഡൈനിങ് ടേബിളിലാണ് പഠിക്കുന്നത്. ഞാൻ ചെയറിലിരുന്ന് പഠിപ്പിക്കും. പിന്നീട് ഞാൻ അന്നേരം ന്യൂസ് പേപ്പറോ എന്തെങ്കിലും മാഗസിനോ എടുത്ത് ആ സെറ്റിൽ വന്നിരിക്കും.
കോഫി പോലും ഞാൻ നേരത്തെ അവർ വരുന്നതിന് മുമ്പിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചാൽ, കാരണം 5 മിനിറ്റ് കോഫി ഇടാൻ പോകുന്ന സമയത്ത് പോലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ടിരുന്നെങ്കിലേ കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എപ്പോഴും ആലോചിക്കുക, ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒന്നും ഒരു ഡിഫറൻസിയേഷൻ ഇപ്പോൾ ഇല്ല. ആൾക്കാർ സെക്ഷലി അബ്യൂസ് ചെയ്യുക കുഞ്ഞുങ്ങളെ, ദെൻ അവരെ മർഡർ ചെയ്യുക. അതിനി ഒരിക്കലും നമ്മൾക്ക് അത് നമ്മുടെ നാട്ടിലോ ഒരു നാട്ടിലും അത് കേൾക്കാനോ അങ്ങനെ സംഭവിക്കാനോ ഉണ്ടാവരുത്. അത് ഈ ന്യൂസ് കേട്ടപ്പോൾ മുതൽ ഞാൻ അജിറ്റേറ്റഡാണ്. കാരണം അജിറ്റേറ്റഡ് അഗെയിൻസ്റ്റ് പേരൻസ്. അവരത്രയും കെയർലെസ് ആയിട്ട് എന്തുകൊണ്ടാണ് കുട്ടികളെ നോക്കാത്തത്? ഇപ്പം മുറ്റത്ത് നിങ്ങൾ കുട്ടികളെ കളിക്കാൻ വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുക്കള കുക്ക് ചെയ്യരുത്. അന്നേരം പുറത്തിറങ്ങുക അമ്മ. അച്ഛനില്ലെങ്കിൽ അമ്മ മുറ്റത്തിറങ്ങി നിൽക്കുക കുട്ടികളോടൊപ്പം. അപ്പോൾ മുതിർന്നവരുണ്ടെങ്കിൽ അങ്ങനെ ആരും വന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകത്തില്ലല്ലോ. എത്ര ന്യൂസുകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിനകത്താണ് ഈ മിസ്സിങ് നടക്കുന്നത്. പിന്നെ രാത്രിയായി, തെരച്ചിലായി, കണ്ടുപിടിക്കാൻ പറ്റുമോ? ലൈഫ് പോയില്ലേ? കുട്ടികളെ വളർത്താനുള്ള ഉത്തരവാദിത്വം, മോറൽ റെസ്പോൺസിബിലിറ്റി പേരൻസിന് തന്നെയാണ്. അവരത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തെങ്കിലേ കാര്യങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഫുഡ് കൊടുക്കുക, ഷെൽട്ടർ കൊടുക്കുക. അത് മാത്രമല്ല, ഈ കാര്യം അവർക്ക് അവയർനെസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവർ എവിടെ ഫ്യൂച്ചറിൽ ട്യൂഷന് പോകുന്ന സ്ഥലം, അവരോട് ആരൊക്കെ ആയിട്ടാണ് കുട്ടികൾ കമ്പനി കൂടുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വരുന്നത്, ഇതൊക്കെ നമ്മൾ അവയർനെസ് ഉണ്ടാക്കിയെടുത്തെങ്കിലേ പറ്റുള്ളൂ. പേരൻസിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടീനെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു സീരീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ വീഡിയോസ്, കുറേ കൂടെ ഐഡിയാസ് പറയാനുണ്ട്. അത് കുട്ടികളുടെ പ്രായം അനുസരിച്ച് കൊടുക്കാനുള്ള ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന പോലെ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും ആർക്കെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ് ദം ഓൾസോ നോ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. എങ്ങനെ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യവും അവരത് മനസ്സിലാക്കി ചെയ്യട്ടെ. അടുത്ത വീഡിയോ കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾക്കുള്ള കുറച്ച് ഉപദേശങ്ങളുമായിട്ട് ഞാൻ വരാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം മീ, ലവ്ലി എബ്രഹാം.